കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈ പൂജ മുഴുവനായും കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. എല്ലാം നന്നായി നടക്കും. ഞാൻ ഇവിടെയുള്ള കാര്യം കുരിശിക്ക് പോലും അറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിൽ നിന്നും എനിക്കൊരു മോചനം ഉണ്ടാവില്ല. ഭക്തിയോടെ നിങ്ങൾ ചെയ്ത പൂജ ഞാൻ സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയിരിക്കുന്നു. എന്ത് വരത്തിനായി നിങ്ങൾ ഈ പൂജ ചെയ്തോ അത് ചോദിക്കൂ. നിങ്ങളെപ്പോലുള്ള ദൈവങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞറിഞ്ഞതല്ലാതെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ കഴിയില്ലേ ദൈവമേ? അർജുനും ഭവാനിയായിട്ടുള്ള വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചതാ. അവരുടെ കല്യാണ നിശ്ചയം കൂടെ കഴിഞ്ഞതാ. വിവാഹത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും നടക്കുമായിരുന്നു. നാളെ അവരുടെ വിവാഹമാണ് അമ്മേ. പക്ഷെ ഒരു നാഗകന്യക വന്ന് കല്യാണമായിരിക്കുന്ന എന്റെ അളിയനെ അവള് സ്വന്തമാക്കുമെന്നാ പറയുന്നത്. അവളുടെ അർജുന്റെ കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാരും കൊല്ലുമെന്ന് അവള് പറയുന്നേ. അത് മാത്രമല്ലമ്മേ, എന്റെ അനിയത്തെ കൂടി അവളെ എങ്ങോട്ടോ കടത്തിക്കൊണ്ട് പോയിരിക്കുക. അങ്ങ് നാഗങ്ങളുടെ ദൈവമല്ലേ? അങ്ങയുടെ മകള് ചെയ്തത് തെറ്റാണെന്ന് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നീ തന്നെ അവളെ ഉപദേശിക്കണോ അമ്മേ? ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ തീർത്ത് എന്റെയും ഭവാനിയുടെയും കല്യാണം നടക്കുമെന്ന് നാഗദേവത വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് വാക്ക് തന്നിട്ട് പോയതാ. ആ നാഗദേവത തന്ന വാക്ക് അവിടുന്ന് സത്യമാക്കി തരണം. നിങ്ങൾ അഭയം പ്രാപിച്ച നാഗമാതാവ് പോലും ഒരു ഘട്ടത്തിൽ വിഷമം അനുഭവിച്ചിട്ടുണ്ട്. ചില ജന്മങ്ങൾ, കഴിഞ്ഞ ജന്മത്തിൽ നിറവേറാത്ത ആഗ്രഹങ്ങൾ, അതുപോലെ അവരുടെ സ്വപ്നങ്ങൾ, ഇതെല്ലാം മറക്കാൻ കഴിയാതെ അടുത്ത ജന്മത്തിൽ അവരത് നിറവേറ്റാൻ ശ്രമിക്കും. അവരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. അവരൊന്നും ചെയ്യാൻ മടിക്കില്ല. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. നാഗമാതാവ് കാരണം തന്നെ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതാണ്. നന്ദി അമ്മേ, കോടാനുകോടി നന്ദി. അകത്തു നിന്ന് കർപ്പൂരത്തിന്റെയും ചന്ദനത്തിന്റെയും മണം വരുന്നുണ്ടല്ലോ. എന്തെങ്കിലും പൂജ ചെയ്യുന്നുണ്ടാവോ? അകത്തുള്ളവര് പുറത്തിറങ്ങാൻ തീരെ സാധ്യതയില്ല. അപ്പോ ആ മുറിക്കുള്ളിൽ പൂജ നടക്കണമെങ്കിൽ പുറത്തു നിന്ന് ആരോ ആ മുറിയിലേക്ക് പ്രവേശിച്ചിരിക്കണം. ആരാത്?
ഇങ്ങനൊരു പൂജ നടക്കണമെങ്കിൽ ഉറപ്പായിട്ടും മന്ത്രശക്തിയുള്ള ആരോ ആണ് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ആരെന്ന് എനിക്കറിയണം. നന്നായിട്ടുണ്ട്. പൂജയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ. എന്നുവച്ചാ ഞാൻ നാഗകന്യകയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി എന്നർത്ഥം. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ എന്റെ അമ്മയെ പ്രീതിപ്പെടുത്താനായിട്ടാണ് ഈ പൂജ ഇവിടെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ നീയാണോ? ഞാൻ തന്നെ. പൂജ ചെയ്യുക മാത്രമല്ല, നിന്റെ നാഗകുലത്തിന് അമ്മയായ നാഗദേവതയോട് ആവശ്യപ്പെടുകയും ചെയ്തു. നിന്റെ അമ്മ തന്നെ ഞങ്ങളെ ആശീർവദിച്ച് ഞങ്ങൾ ചോദിച്ച വരം തരുകയും ചെയ്തു. നീ നാഗകുലത്തിൽപ്പെട്ടതല്ലേ? അങ്ങനെയാവുമ്പോ എന്തിനാ എന്റെ അളിയനെ കല്യാണം കഴിക്കുന്നു പറയുന്നത്? നീ എന്തിനാ എന്നോട് പകരം വീട്ടാൻ ശ്രമിക്കുന്നത്? എനിക്ക് നിന്നോടൊരു പ്രശ്നമില്ല. ഇത് പ്രണയമാണ്. നമ്മുടെ പ്രണയം നിറവേറുന്നതിന് വേണ്ടിയിട്ട് നിന്നെ വിവാഹം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മനുഷ്യനും നാഗവും തമ്മിൽ കല്യാണമോ? നാഗകുലവും മനുഷ്യകുലവും തമ്മിൽ വിവാഹം നടക്കുന്നത് ധർമ്മത്തിനെതിരാണ്, കുലങ്ങൾക്കെതിരാണെന്ന് അറിയില്ലേ? പ്രണയം എന്നതിന് ജാതിയോ മതമോ ഭാഷയോ കുലമോ ഒന്നും ഒരു തടസ്സമല്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? പ്രണയം സത്യമുള്ളതാണ്. എന്നാലും ആ പ്രണയത്തിനു കൂടി ഒരു പരിധിയുണ്ട്. അത് മനസ്സിലാക്കാതെ ഇരിക്കുന്നത് ബുദ്ധിശാലികൾക്ക് ചേർന്നതല്ല നാഗിനി. നീ തെറ്റാണ് ചെയ്യുന്നത്. പ്രണയിക്കുന്നതും പ്രണയിക്കുന്നവരെ സ്വന്തമാക്കുന്നതും ഒരിക്കലും ഒരു തെറ്റല്ല. കഴിഞ്ഞ 7 ജന്മങ്ങളായിട്ട് നിന്നെ ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഈ ജന്മത്തിലെങ്കിലും നമുക്കൊന്നു ചേരാം. എന്റെ കഴുത്തില് താലി ചാർത്തി എന്നെ നിന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കണം. ഞാൻ നിന്നെ പോലെ ഒരാളെ കല്യാണം കഴിക്കുമെന്ന് ചിന്തിച്ചതേ തെറ്റാണ്. ഒരു മനുഷ്യനും നാഗവും ഒന്നാവുക എന്നത്
ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. നീ താലി കെട്ടിയ അടുത്ത നിമിഷം മുതൽ ഞാൻ ഒരു നാഗമാകാതെ ഒരു മനുഷ്യനായിട്ട് മാറി നിന്റെ ഭാര്യയായിട്ട് ജീവിക്കും. ഈ ജന്മത്തിൽ ഞാൻ ഭവാനി അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല. ഓർത്തോ, നീ എന്റെ കഴുത്തിൽ താലി കെട്ടാതെ ഭവാനിയെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നീ എന്നെ വിവാഹം ചെയ്യുന്നത് വരെയും ഭവാനി എന്റെ നിയന്ത്രണത്തിലായിരിക്കും. ഇത് നീ എന്റെ കഴുത്തിൽ ചാർത്ത്. ഇല്ല, പറ്റില്ല. ഞാൻ പറഞ്ഞതുപോലെ നീ അനുസരിച്ചില്ലെങ്കിൽ ആദ്യം ഞാൻ നിന്റെ മുത്തശ്ശിയെ കൊല്ലും. മുത്തശ്ശി, 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 അയ്യോ, മുത്തശ്ശി. മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി. എന്റെ മുമ്പിൽ ശക്തി കാണിക്കുകയാണോ നീ? ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിന്നെ ഇവർക്ക് നീ ഒരു സഹായം ചെയ്തു കൊടുക്കരുത്. ഇവരെ രക്ഷപ്പെടുത്താൻ നിന്നെ കൊണ്ടാവില്ല. ഇതെന്റെ അമ്മയാണ് സത്യം. ഈ അമ്മയുടെ മേൽ സത്യം ചെയ്ത് എന്നെ ഒന്നും ചെയ്യാൻ അനുവദിക്കാത്തത് ന്യായമല്ല. ന്യായത്തെയും അന്യായത്തെയും കുറിച്ച് ആലോചിച്ച യുദ്ധത്തിൽ ജയിക്കാൻ പറ്റില്ല. ഇതും ഒരു യുദ്ധമാണ്, പ്രണയത്തിന്റെ യുദ്ധം. എനിക്കതിൽ ജയിക്കണം. അതാണ് എനിക്ക് പ്രധാനം. അർജുൻ, നീ എന്റെ കഴുത്തിൽ താലി ചാർത്തുന്നുണ്ടോ ഇല്ലയോ? ഇനിയും നീ എന്റെ കഴുത്തിൽ താലി ചാർത്തിയില്ലെങ്കിൽ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല. കെട്ടാൻ പറ്റില്ല. നീ എന്ത് ചെയ്യും? താലി ചാർത്തുന്നുണ്ടോ ഇല്ലയോ? പറ്റില്ല. നീ അനുസരിക്കില്ലല്ലേ? ഇല്ല, ഇല്ലാന്ന് പറഞ്ഞില്ലേ? അനുസരിക്കില്ലല്ലേ? അനുസരിക്കില്ലല്ലേ നീ? നിന്നെ മായ,
ചെയ്തത് വലിയ തെറ്റാണ് മായ. പ്രണയിക്കുന്നത് തെറ്റാണോ? കല്യാണം കഴിക്കുന്നത് തെറ്റാണോ? അർജുനും ഭവാനിയും തമ്മിലുള്ള വിവാഹം നടത്താമെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതാണ്. ഞാൻ വാക്ക് കൊടുത്തതിന് ശേഷവും നീ ഇതുപോലെയൊക്കെ ചെയ്യുന്നതിന് ഒരു ന്യായവുമില്ല. ധർമ്മം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ നാഗവംശത്തിന്റെ കടമയാണ്. ധർമ്മം പാലിച്ചില്ലെങ്കിൽ അത് നാഗവംശത്തിന് തന്നെ വലിയ കളങ്കമാകുമെന്ന് നിനക്കറിയില്ലേ? ഇങ്ങനെ ഉപദേശങ്ങളുമായിട്ട് വരുമെന്ന് അറിയാവുന്നതുകൊണ്ടാ പുറത്തിറങ്ങാതിരിക്കാൻ നിങ്ങളെ ഞാൻ ബന്ദിയാക്കിയത്. ഞാൻ ധർമ്മത്തിലൂന്നി ജീവിക്കുന്നവളായതുകൊണ്ടാണ് നമ്മുടെ കുലത്തിന്റെ തന്നെ മാതാവായ നാഗദേവത എന്നെ നിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. എന്റെ ബന്ധനത്തിൽ നിന്ന് പുറത്തു വന്നല്ലേ നിങ്ങള്? ഇനി എനിക്ക് തടസ്സമാകാതെ നിങ്ങൾ ഇവിടുന്ന് പൊക്കോ. ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാനാണ് ഇവിടെ വന്നത്. ഞാൻ ഇവരെ രക്ഷിക്കുക തന്നെ ചെയ്യും. കടക്ക് പുറത്ത്. പോയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ? മറ്റു വഴികളൊന്നുമില്ലെങ്കിൽ പോരാടുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മളിൽ ആരാ ജയിക്കുന്നത് തോൽക്കുന്നതെന്ന് കണ്ടറിയാം. മായേ, നീ ചെയ്യുന്നത് തെറ്റായത് കൊണ്ടാണ് ഇവരെ സംരക്ഷിക്കുമെന്ന് നിന്റെ അമ്മ തന്നെ ഇവർക്ക് വാക്ക് കൊടുത്തത്. നിന്റെ അമ്മയോട് നിനക്ക് എന്തെങ്കിലും ബഹുമാനം ഉണ്ടെങ്കിൽ ഇവരെയൊക്കെ വെറുതെ വിട്ടിട്ട് ഇവിടെ നിന്ന് പോകുക. അർജുനോട് എനിക്ക് തോന്നിയ പ്രണയം സ്നേഹിച്ചവനെ തന്നെ സ്വന്തമാക്കണമെന്നുള്ള എന്റെ അതിയായ ആഗ്രഹം, ഇവയെല്ലാം നിറവേറണമെന്നുള്ള എന്റെ അതിയായ ആഗ്രഹം, ഇതൊന്നും ഇപ്പൊ തുടങ്ങിയതല്ല. കഴിഞ്ഞ 7 ജന്മമായി ഞാൻ അർജുനു വേണ്ടി എന്റെ മനസ്സ് തപസ് ചെയ്യുമായിരുന്നു. ഈ ജന്മത്തിലെങ്കിലും എന്റെ ആഗ്രഹം നിറവേറ്റണമെന്ന്. അർജുനെ വിവാഹം ചെയ്യാതെ ഞാൻ ഇവിടുന്ന് ഒരിക്കലും പോവില്ല. അത് നടന്നേ മതിയാകൂ. ആരൊക്കെ വിചാരിച്ചാലും എന്നെ തടയാൻ കഴിയില്ല. അമ്മയെ നാഗദേവതേ, അമ്മയുടെ മകൾ ചെയ്യുന്നത് തെറ്റായതുകൊണ്ടാണ് അവളോടത് തിരുത്താൻ ആവശ്യപ്പെട്ടത്. അത് മനസ്സിലാക്കാതെ വാശി പിടിക്കുകയാണ്. അവൾക്ക് ശിക്ഷ കൊടുക്കാതെ വേറെ വഴിയില്ല. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.
ഓം നമ ശിവായ. വരൂ, വന്നീ ചില്ലുകൂട്ടിൽ കയറിയിരിക്കൂ. നിങ്ങളെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തിയ ഈ നാഗകന്യകയെ ഞാൻ ബന്ധിച്ചു. ഇനി മുതൽ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഓം നമ ശിവായ. സ്വാമി, എന്റെ സംസാരശേഷി തിരികെ കിട്ടി. ഇപ്പൊ എന്റെ കൈകാലുകളൊക്കെ ശരിയായി സ്വാമി. ഒരുപാട് നന്ദിയുണ്ട് സ്വാമി. ഞാൻ ഒരിക്കലും ഇത് മറക്കൂല സ്വാമി. ഗുരുജി, നാഗകന്യകയെ പിടിച്ചു കെട്ടി എന്നുള്ളത് ശരി. പക്ഷേ അവൾ പിടിച്ചു വെച്ച ഭവാനിയോടെ എന്റെ ഭവാനി എവിടെ ഉണ്ടെന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും ഗുരുജി? ഭവാനി ഇവിടെ തന്നെയുണ്ട്. ഇവിടെയോ? എവിടെ എന്റെ അനുജത്തി? എവിടെ എന്റെ അനുജത്തി? എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. മായ നിന്റെ അനിയത്തെ ഒരു പാവയാക്കി മാറ്റി. ആയിരിക്കുന്ന പാവയാണ് നിന്റെ ഭവാനി. ആവയോ? ആ കാണുന്നില്ലേ, അതാണ് ഭവാനി. ഭവാനി, ഭവാനി, ഭവാനി. ഭയപ്പെടാതിരിക്കൂ.